ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ ക്വസ്റ്റ്യനും ഓരോ തരത്തിലുള്ള ക്യൂബുകളാണ്. നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 2, 9, 28, 65, 126 ഡാഷ്. അതിൽ ഓപ്ഷൻസ് എ 216, ബി 145, സി 200, ഡി 217. ഇതാണ് നമ്മളെ ഓപ്ഷൻസ്. ഇനി ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് നോക്കാം. 2, 9, 28, 65, 126. 2 എന്നുള്ളതിന് നമുക്ക് 1 ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതാം. 2ന് 1 ക്യൂബ് പ്ലസ് 1. 9ന് നമുക്ക് 2 ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതാം. 8 പ്ലസ് 1. 28ന് നമുക്ക് 3 ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതാം. അതേപോലെ 65ന് 4 ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതാം. 126ന് നമുക്കറിയാം, ഇതൊക്കെ അറിയുന്നതാണ്, 5 ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 6 ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതണം. ഈ 6 ക്യൂബ് പ്ലസ് 1, 6 ക്യൂബ് നമുക്കറിയാം 216 ആണ്. ആ 216 പ്ലസ് 1 സമം 217 ആണ് നമ്മുടെ ഉത്തരം. ഉത്തരം ഡി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും റിലേഷൻ ക്യൂബുമായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 4, 196, 16, 144, 36, 100, 64 ഡാഷ്. ഇത് വലിയൊരു നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് ഇതാണ്: 200, ബി 64, സി 36, ഡി 81. അപ്പം നമ്മൾ ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ 4, 196 ഒരു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ 16, ഒരു ചെറിയ നമ്പർ, പിന്നെ ഒരു വലുത്, പിന്നെ ചെറുത്, പിന്നെ വലുത്, അതൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ ഇവ തമ്മിൽ വേറെ എന്തൊക്കെയോ റിലേഷൻ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. 4ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. ഈ 4 2 സ്ക്വയറാണ്. 196 എന്ന് പറയുന്നത് 16 സ്ക്വയറാണ്. ഞാൻ അപ്പുറത്തേക്ക് എഴുതാൻ പോവാണ്. 4 എന്നുള്ളത് 2 സ്ക്വയർ, 16 എന്നുള്ളത് 4 സ്ക്വയർ, 196 എന്നുള്ളത് 16, 196 എന്നുള്ളത് 14 സ്ക്വയർ. പിന്നെ അടുത്തത് 16 ആണ് നമ്മളെ നമ്പർ. ഈ 16ന് നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ അടുത്ത നമ്പർ 144 ആണ്. അതിനെ നമുക്ക് 12 സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. പിന്നെ 36 ആണ്. അതിന് നമുക്ക് 6 സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത നമ്പർ വരുന്നത് 100 ആണ്. 100ന് നമുക്ക് 10 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവ തമ്മിൽ ചെറിയ റിലേഷൻ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ 2 സ്ക്വയർ, 4 സ്ക്വയർ, 6 സ്ക്വയർ, ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ ഇങ്ങനെ കൂടുന്നു. അടുത്തത് 8 സ്ക്വയർ, 64, 8 സ്ക്വയർ. അപ്പോൾ ഇനി വരുന്നത് ഇവിടെ 8 സ്ക്വയറാണ്, 64 എന്നുള്ള 8 സ്ക്വയർ. ഇനി ഇവിടെ വരേണ്ടത് 8 സ്ക്വയർ തന്നെയാണ്. കാരണം എന്താണ്? 14ൻ്റെ സ്ക്വയർ, 12ൻ്റെ സ്ക്വയർ, 10ൻ്റെ സ്ക്വയർ. പിന്നെ അടുത്ത നമ്പർ ഇവിടെ വരേണ്ടത് 8ൻ്റെ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 64 തന്നെയാണ്. ഈ സീരീസിലെ അടുത്ത നമ്പറും 64 കാരണം ഒന്നിടവിട്ട് ഈവൻ നമ്പേഴ്സിൻ്റെ ഒന്ന് ഇൻക്രീസിങ്ങും ഇത് ഡിക്രീസിങ്ങുമാണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ്, താഴെ ഇൻക്രീസിങ്, മുകളിൽ ഡിക്രീസിങ്. അപ്പോൾ താഴത്തെ ഇൻക്രീസിങ്ങിൽ 64 വന്നിട്ട്
അതിൻ്റെ അടുത്ത നമ്പറായിട്ട് വരുന്നത് മുകളിലെ ഇൻക്രീസിങ്ങിലെ 8ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 64 നമ്മുടെ ഉത്തരം. ഈ അപ്പം നമ്മുടെ ഇതിലേതാണ് ഓപ്ഷൻ നമ്പർ ബി, അതാണ് നമ്മുടെ ഉത്തരം. ഞാനിത് ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ഇവിടെയും ആൻസർ ചെയ്തത് ഇവിടെയാണ്. ഈ 4, 196, 16, 144 ഇങ്ങനെ വരുന്നു. ഒരു വലുത് ഒരു ചെറുത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്തായാലും സ്ക്വയറുകളാണ്. നമുക്കറിയാം 4 ഒരു സ്ക്വയറാണ്, ഇതെല്ലാം സ്ക്വയറുകളാണ്. നമ്മൾ ആദ്യം ആ സ്ക്വയറുകളാക്കി മാറ്റി. അപ്പോൾ ഇതിൽ ഒരേ ചെറിയ നമ്പറൊക്കെ താഴേക്കും വലിയ നമ്പറിനെ മുകളിലേക്കും സ്ക്വയറാക്കി ഞാൻ മാറ്റി എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഇത് 2 സ്ക്വയർ, ഇവിടെ 4 സ്ക്വയർ, 6 സ്ക്വയർ, അടുത്തത് 8 സ്ക്വയർ. മുകളിലാണെങ്കിൽ ഫസ്റ്റ് 14 സ്ക്വയർ, പിന്നെ 12 സ്ക്വയർ, പിന്നെ 10 സ്ക്വയർ. അപ്പോൾ അടുത്ത നമ്പർ 8 സ്ക്വയർ. അങ്ങനെയാണ് നമുക്കിവിടെ ഉത്തരം ബി എന്ന് കിട്ടിയത്.